2024-25 സാമ്പത്തിക വർഷത്തിൻ്റെ 4ാം പാദത്തിൽ ഇന്ത്യയുടെ GDP 7.4% എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ശരിക്കും അതൊരു വലിയ വർധനവ് തന്നെയല്ലേ, ഒരു മികച്ച പ്രകടനം തന്നെയല്ലേ നമ്മൾ കാഴ്ചവെച്ചിരിക്കുന്നത്? എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഒരു 7.4% GDP ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മളൊരു എക്സ്പെക്റ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്തിരുന്ന ഒരു ബഡ്ജറ്റിൽ ഇത്രയും നമ്മൾ എത്തും എന്ന് കണ്ടിരുന്ന ആ ഒരു രീതിയിൽ എത്തി എന്നുള്ളതാണ് അതിൻ്റെ ഒരു സവിശേഷത. അപ്പോൾ നമ്മുടെ ടോട്ടൽ എക്കണോമിക് ഗ്രോത്തിനെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് 6.8% ഒരു ആനുവൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് വാർഷികമായിട്ട്. ഈ 7.4 എന്ന് പറയുന്നത് ലാസ്റ്റ് ക്വാർട്ടറിൻ്റെ അവസാന പാദത്തിൻ്റെ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. എല്ലാ ക്വാർട്ടറിലുമാണ് സാധാരണ ഈ GDP ഒരു തോതുകൾ നോക്കുന്നത്. അപ്പോൾ നാച്ചുറലായിട്ട് ഇതൊരു വലിയ ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി, ലോകത്തിലെ ലാർജ് എക്കോണമി, വലിയ എക്കോണമിയിൽ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആയിട്ട് ഭാരതം ഇപ്പോഴും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു, ആ ഗ്രോത്ത് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ മാത്രമല്ല അതിനകത്തൊരു GVA ഗ്രോസ് വാല്യൂ ആഡഡ്, അതായത് നെറ്റ് ഓഫ് ടാക്സസ് മൈനസ് സബ്സിഡീസ്, അതിലും വളരെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അപ്പം RBI പറഞ്ഞതും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞതും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതിനെ പറ്റിയുള്ള ആ തോതിലെത്താൻ പറ്റി. നമ്മൾ സാധാരണഗതിയിൽ എപ്പോഴും ഒരു ബഡ്ജറ്റ് ചെയ്യുമ്പോൾ ഒരു ശകലം ഒരു ബിഗർ ടാർഗറ്റ് കൊടുക്കും, ആ വലിയ ടാർഗറ്റിലോട്ട് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നമുക്കിപ്പം ഇന്നടുത്ത് എത്തണം എന്ന് പറയുമ്പോൾ നമ്മൾ ശകലം ടാർഗറ്റ് ഒന്ന് കൂട്ടി പറയും, എന്നാലേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തു എന്ന് പറയുന്നത് വലിയൊരു മൈൽ സ്റ്റോണാണ്. വലിയൊരു രീതിയിൽ ഭാരതത്തിൻ്റെ ആ ഒരു ഗ്രോത്ത്, എസ്പെഷ്യലി എല്ലാ എക്കോണമീസും ഈ പറയുന്ന കോവിഡ് കാരണം തകർന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു സമയത്ത് നിന്നുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് വളരെ വളരെ ഹൈ ആണ്. അപ്പം ഇതിന് രണ്ട് രീതിയിലും പറയും ആളുകൾ. പറയും പണ്ട് 9% ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് 6-7% ആയുള്ളൂ, അല്ലെങ്കിൽ 6.8% ആയുള്ളൂ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇത് വളർച്ചാ നിരക്കാണ്. ഇപ്പം 100 എന്നുള്ളത് 110 ആയെങ്കിൽ ആ 110 മുകളിലുള്ള 7% വളർച്ചയാണ് ഇപ്പോഴുള്ളത്. അപ്പം ഡീഗ്രോത്ത് ഇല്ല, വളർച്ച തന്നെയാണ്. അതിൻ്റെ തോത് ശ്ലേഷം ഒന്ന് കുറഞ്ഞു, ഒരു നെഗറ്റീവ് ഗ്രോത്തും ഇല്ല. പക്ഷെ ആ പണ്ടുണ്ടായിരുന്ന ആ ഗ്രോത്തിൻ്റെ മൊമെൻ്റം ശ്ലേഷം ഒന്ന് കുറഞ്ഞു. കാരണം അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ടാർഗറ്റ് ചെയ്തിരുന്നത് അച്ചീവ് ചെയ്തു. അതാണ് ഈ കഴിഞ്ഞ ഒരു വർഷത്തെ ഇത് നോക്കുകയാണെങ്കിൽ റിസർവ് ബാങ്കും മറ്റുമൊക്കെ നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന കാര്യം പറയും, നേട്ടം അവിടെയാണ്. കറക്റ്റ്. അപ്പോൾ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ലക്ഷ്യമിട്ടതിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പം ഒരു ഓവറോൾ എക്കണോമി ഒരു വൈബ്രൻ്റ് ആണ്. നമ്മളെ ഈ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്തിട്ടില്ല. പല പ്രതിസന്ധികളുണ്ട് ലോകത്ത്. ഇപ്പോൾ ഉക്രൈൻ റഷ്യ വാർ അടക്കം, ഗാസയിലെ വിഷയം അടക്കം ഒക്കെ പ്രതിസന്ധി. ക്രൂഡ് ഓയിലിൻ്റെ ഒരു വിനിമയമാണല്ലോ, ഇതിൻ്റെ കൊടുക്കൽ വാങ്ങലാണല്ലോ ഇപ്പോൾ ലോകത്തെ നിയന്ത്രിക്കുന്നത്. ഈ ഹെഡ്വിൻസ് ഇല്ല എന്നല്ല, നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും ഈ പറയുന്ന വരും കാലങ്ങളിൽ ഹെഡ്വിൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ചാലഞ്ചസ് ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യമുണ്ട്. ഒരുപാട് വർക്കിംഗ് ഹാൻഡ്സ് ഉള്ള ഒരു രാഷ്ട്രമാണ്. കാരണം ഏറ്റവും കൂടുതൽ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ ഒക്കുന്ന ഒരു രാഷ്ട്രമാണ്. ചെറുപ്പക്കാരുടെ എണ്ണവും വളരെ കൂടുതലാണ്. ആ പോപ്പുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഒരു സ്ട്രെങ്ത്തുമാണ്, അതുപോലെ തന്നെ ഒരു ചലഞ്ചുമാണ്, വെല്ലുവിളിയുമാണ്. ആ വെല്ലുവിളി എന്താ പറഞ്ഞാൽ ഇവർ സ്കിൽഡ് ആണോ, അപ്പോൾ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റഡ് ആകണം. അതിന് വേണ്ട കാര്യങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി നടന്നു വരുന്നതിൻ്റെ ഒരു ശുഭസൂചകമായ ഒരു വളർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു മികച്ച കാൽവയ്പ്പാണ്. കഴിഞ്ഞ ഒരു ദശാബ്ദമായി തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് ഈ മേജർ കോൺട്രിബ്യൂട്ടേഴ്സ് ഏതാണെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒന്ന് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് വാസ്തവം പറഞ്ഞാൽ ഒരു ഓവർ ബർഡൻഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. അതായത് ഒരുപാട് പേര് 55% ആളുകൾ ഇപ്പോഴും അഗ്രികൾച്ചർ ഡിപ്പെൻഡൻസി ഉള്ള ആളാണ്. അത് വളരെ ഹെവിയാണ്. ആക്ച്വലി അത്രയും ആവശ്യമില്ല. മെക്കനൈസേഷനും പുതിയ ഇതൊക്കെ വരുമ്പോൾ അത്രയും ആളുകൾ ഇതിനെ ഡിപ്പെൻഡൻസി വരാൻ പാടില്ല എന്നാണ് എക്കണോമിസ്റ്റുകളൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അഗ്രികൾച്ചറിൽ ഉണ്ടായിട്ടുള്ള 5% ഗ്രോത്ത്, അതായത് കഴിഞ്ഞ പ്രാവശ്യം 0.8% മാത്രമേ ഗ്രോത്ത് ഉണ്ടായിരുന്നുള്ളൂ നോക്കണം. അപ്പം വലിയ രീതിയിലുള്ള
ഒരു 4% ഒരു കുതിച്ചുചാട്ടം. അത് ശരിക്കും നമ്മുടെ GDP ഏതാണ്ട് 12% ഒക്കെ കാർഷിക മേഖലയിൽ നിന്നുള്ള സംഭാവന ഉള്ളൂ എന്നാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത്. അപ്പോൾ അതിന് ഈ ഗ്രോത്ത്, ഈ അഗ്രികൾച്ചർ ഗ്രോത്ത് ഉണ്ടാകാനായിട്ടുള്ളൊരു മേജർ കാരണം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറാണ്. കാരണം പണ്ട് നമുക്ക് അറിയാം ഈ വിളവ് നാശം സംഭവിക്കും, കാരണം ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെയൊക്കെ റോഡ് ബ്ലോക്ക് എവിടെയെന്ന് പറയുന്നത് അതിനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഇല്ല. അപ്പോൾ ഇതെല്ലാം ഈ എന്തിനാണ് ഇൻഫ്രാസ്ട്രക്ചറിൽ സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു കാരണം ഇതാണ്. അപ്പം റോഡ് മാർഗവും വിമാനമാർഗവും ട്രെയിൽ മാർഗവും ഒക്കെ ഈ ഭക്ഷ്യസാധനങ്ങൾ ഉൽപ്പാദനത്തിൽ നിന്ന് പ്രോസസ്സ് ചെയ്യുന്നിടത്തേക്കും അല്ലെങ്കിൽ മറ്റു മാർക്കറ്റ് വിപണിയിലേക്ക് എത്തുന്നതിനുള്ള ഒരു മാർഗം ഈസിയറായി. അപ്പോൾ അതുകൊണ്ട് അഗ്രികൾച്ചർ പെർഫോമൻസ് വളരെയധികം കൂടി. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ സവാള വില കുറഞ്ഞെന്നോ ഉള്ളിയുടെ വില കൂടിയെന്നോ ഒന്നുമില്ല അതിൻ്റെ കാര്യം. ഒരു ജനറലായിട്ടുള്ള നമ്മുടെ അഗ്രികൾച്ചർ മേഖലയ്ക്ക് ഒരു വലിയ ഉണർവുണ്ടായി. അതിൻ്റെ ഒരു മുഖ്യ കാരണം നമ്മുടെ ഇൻഫ്രാ ഡെവലപ്മെൻറ്റ് വികസനം. അപ്പോൾ അതൊരു മേജർ കോൺട്രിബ്യൂട്ടറാണ് ഈ നമ്മുടെ GDP ഗ്രോത്തിന് വേണ്ടി. അപ്പോൾ എന്ത് ഇമ്പോർട്ടൻ്റ് ആണ് അഗ്രികൾച്ചർ എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നു. നമ്മൾക്കിപ്പോൾ ഫാം ലോയും മറ്റുമൊക്കെ കൂടെ വന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അതിൻ്റെ ഒരു മികവ് എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനും. അതുപോലെ തന്നെ മാനുഫാക്ചറിങ് സെക്ടറിൽ ഉൽപ്പാദന മേഖല അവിടെ ഏതാണ്ട് 4-5% ഒരു വർധനവുണ്ടായി. കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും തോത് വർധനവില്ലെങ്കിൽ പോലും ഇതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം 11% മറ്റും ഉണ്ടായിരുന്നു, അതിപ്പോൾ 5% താഴെയാണ്. പക്ഷേ എങ്കിലും അത് വർധനവ് തന്നെയാണ്. അതുപോലെ കൺസ്ട്രക്ഷൻ, കാരണം നിർമ്മാണ മേഖല, അതായത് ഒരു നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഏതാണ്ട് 11 ട്രില്യൺ റുപ്പീസാണ്, 11 ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ നിർമ്മാണ മേഖല ഒരു ഉണർവുണ്ടായി. ആ കൺസ്ട്രക്ഷനിൽ ഏതാണ്ട് 10-18% അതിനകത്തൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടില്ല. GDP Q4 ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ സർവീസസ്, അതിനകത്ത് ടൂറിസം ആകാം, ഈ പറയുന്ന IT സർവീസസ് ആകാം, ഇതിൻ്റെയൊക്കെ ഒരു 7% വളർച്ച. അപ്പോൾ ഈ മേജർ 4 മേഖലകളിലാണ് ഭാരതത്തിന് ഒരു GDP വളർച്ച ഉണ്ടാകാനുള്ള ഒരു കാരണം. അപ്പോൾ നമുക്ക് ഈ വളർച്ച ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ GDP വളർച്ചയും മറ്റുമല്ല നമ്മൾ ഇത്രയും വലിയ എക്കോണമിയായി എന്നൊക്കെയുള്ള ഇതിൽ വരുന്നു. നാലാമത്തെ സ്ഥാനം ജപ്പാനെ പിന്തള്ളി, 1 പോയിന്റിന് പിന്തള്ളി നമ്മൾ 4ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് എന്നുള്ള കണക്കാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നീതി ആയോഗിൻ്റെ കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു റിയൽ GDP-യേക്കാൾ കൂടുതൽ നിക്ഷേപകരും ട്രേഡ് പാർട്ട്നേഴ്സും ഒക്കെ നോക്കുന്ന വേറൊരു രീതിയുണ്ട്. പർച്ചേസിംഗ് പവർ പാരിറ്റി എന്നാണ് ഇതിന് പറയുക. പർച്ചേസിംഗ് പവർ പാരിറ്റി വെച്ചിട്ട് ഭാരതം 3ാമതാണ്. നമ്മുടെ ഒരു പർച്ചേസിംഗ് പവർ പാരിറ്റി ഒരു പറയുമ്പോൾ ഏതാണ്ട് $16 ട്രില്യൺ നമ്മുടെ എക്കോണമിയുടെ സൈസ് എന്നാണ് വിലയിരുത്തിയിരിക്കുന്നത്. നമ്മൾ 3ാമതാണ്. ചൈനയാണ് 34 ട്രില്യൺ ഡോളറിൻ്റെയാണ് ഒരു PPP ഇക്വലൻ്റ് സൈസാണ്. US അല്ല. US ഏതാണ്ട് 30 ട്രില്യൺ താഴെയാണ്. ഭാരതത്തിന് ഏതാണ്ട് 16 ട്രില്യൻ്റെ ഒരു PPP. ചൈനയുടെ ഏതാണ്ട് പകുതിയേ ഉള്ളൂ നമ്മൾ, അത്രയേ ഉള്ളൂ. കാരണം ആ ഗ്രോത്ത് നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതാണ്ട് $16 ട്രില്യൺ ഉള്ള വലിയ ഒരു പർച്ചേസിംഗ് പവർ പാരിറ്റി എക്കോണമി എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ നിലനിൽക്കുന്നത്. ഇതാണ് സാധാരണ ആളുകൾ നിക്ഷേപത്തിന് മാർക്കറ്റ് ആക്സസ് എന്നൊക്കെ പറയും. ഒരു ഇന്ന ഭാരതത്തിലെ മാർക്കറ്റിലേക്ക് വരുന്നതിനുള്ള ഡിസിഷൻസ് എടുക്കുന്നതൊക്കെ ഈ PPP വെച്ചിട്ടാണ്. അപ്പോൾ അതായത് ഭാരതത്തിൽ നമ്മൾ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ 10 രൂപയാണെങ്കിൽ അത് അമേരിക്കയിൽ $2. അതായത് ഏതാണ്ട് 160 രൂപയാണെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ 170 രൂപയാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള അന്തരമാണ് നമ്മൾ പറയുന്നത്. അപ്പം 10 രൂപയ്ക്ക് ഇവിടെ കിട്ടുന്ന സാധനത്തിന് 100, അല്ലെങ്കിൽ ഒരു ഹെയർ കട്ടിന് നമ്മൾ പോയാൽ ഒരു 150 രൂപ ഒരു ആവറേജ് കൊടുക്കണമെങ്കിൽ അവിടെ ഏതാണ്ട് 2000 രൂപയോളം വരും എന്നാണ്, $25 കൊടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടുന്നോ അതിനെ അതുമായിട്ട് തുലനം ചെയ്തിട്ട് നമ്മൾ ആ ലെവലിലുള്ള ആ പർച്ചേസിംഗ് പവർ, ഇതാണ് ഒരു എക്കണോമിക് തിയറിയാണ്. ഗുസ്തേവ് കാസൽ എന്ന് പറയുന്ന ഒരു സ്വീഡിഷോ ആയിട്ടുള്ളൊരു എക്കണോമിസ്റ്റാണ് ഇത് പ്രൊപ്പൗണ്ട് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഭാരതത്തിൻ്റെ പർച്ചേസിംഗ് പവർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വലിയ തോതിലുള്ള ഒരു അല്ലെങ്കിൽ നമ്മൾ നമ്പർ 3 ആണ്. പക്ഷേ ഈ നമ്പറുകളിലല്ല ആക്ച്വലി ഒരു ഏതാണ് 1, 2, 3 എന്നുള്ളതിലല്ല, ഒരു മുന്നോട്ടുള്ള പോക്കിലുണ്ടാകുന്ന വളർച്ച എന്ന് പറയുന്നത്
ഒരു വലിയ തോതിലുള്ള ഒരു സെലിബ്രേഷൻ വേണ്ട ഒരു കാര്യമാണ്. അത് വലിയ കോൺഫിഡൻസ് കൊടുക്കുന്നു നമ്മുടെ രാഷ്ട്രത്തിന്, ഉൽപ്പാദനത്തിന്, മറ്റുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരാനുള്ള ഇതിന്, FDIസിൻ്റെ ഇൻഫ്ലോയ്ക്ക്, ഇതൊക്കെയാണ് ഒരു കൺട്രിയുടെ GDP കൂട്ടുന്നത്. പുതിയ വ്യവസായങ്ങളുടെ വരുന്നതിന് ഇങ്ങനെയുള്ള മേഖലയിൽ മാത്രമല്ല, ഇതിനൊക്കെ പുറമെ ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ വളരെ കഴിഞ്ഞ 10 വർഷമായിട്ട് കറപ്റ്റ് ഫ്രീ ആയിട്ട് സ്റ്റേബിളായിട്ട് നയിക്കപ്പെടുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു നേതൃത്വം അവിടെയുണ്ട്. അപ്പോൾ ബേസിക്കായിട്ടുള്ള GDP ഗ്രോത്ത് എന്ന് പറയുന്ന ഇൻഡിക്കേറ്റേഴ്സ് മാത്രമാണ്, സൂചനയാണ്. അപ്പോൾ ഇതിനി വരാൻ പോകുന്ന കാലത്ത് എന്തൊക്കെയാണ് അപ്പോൾ ഭാരതത്തിൻ്റെ ഒരു സമയം, ഈ എക്കണോമിക് ഗ്രോത്തിൻ്റെ സമയമായി എന്നുള്ളത് തന്നെയാണ് ഈ GDP ഗ്രോത്ത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ ഒക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.